ഖുർആനിക് ഹീലിംഗ് മാസ്റ്ററി എന്ന് പറയുന്ന ഈ പ്രോഗ്രാം 4 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഓൺലൈൻ ട്രെയിനിങ് പ്രോഗ്രാമാണ്. ഇത് സൂം പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ടാണ് നടത്തുക. പല ആളുകളും ചോദിക്കുന്നു, എന്താണ് ഖുർആനിക് ഹീലിംഗ് മാസ്റ്ററി, ആർക്കാണ് അതിൽ ജോയിൻ ചെയ്യാൻ പറ്റുക, എന്തെല്ലാം വിഷയങ്ങളാണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുക. അതിനുവേണ്ടിയാണ് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യുന്നത്. അതായത് ഖുർആനെ പരിചയപ്പെടുത്തിയ സ്ഥലത്ത്, ഒന്നിലധികം സ്ഥലത്ത് ഷിഫാ, ഖുർആൻ രോഗശമനമാകുന്നു, രോഗശാന്തിക്ക് ഖുർആനെ അപ്രോച്ച് ചെയ്യാം എന്ന അർത്ഥം കുറിക്കുന്ന ഷിഫാ എന്ന പദം ഖുർആൻ ഒന്നിലധികം സ്ഥലത്ത് ഖുർആനെ പരിചയപ്പെടുത്തിയ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ഇത് വ്യാഖ്യാനിച്ച പണ്ഡിതന്മാർ നമുക്ക് രോഗം വരുമ്പോൾ നമ്മൾ ഡോക്ടറെ സമീപിക്കാറുണ്ട്, മറ്റുള്ള ചികിത്സാ രീതികളെ നമ്മൾ അപ്രോച്ച് ചെയ്യാറുണ്ട്. അതുപോലെ നമ്മുടെ ശാരീരിക രോഗങ്ങൾക്കും മാനസിക രോഗങ്ങൾക്കുമെല്ലാം ഖുർആൻ ഒരു ശമനമാകുന്നു, അതിനെ നമുക്ക് അപ്രോച്ച് ചെയ്യാം. അതായത് ശർഇൽ അനുവദനീയമായ രീതിയിൽ ഖുർആന്റെ ബഹുമാനത്തിന് കോട്ടം പറ്റാത്തതുമായ ഏത് രീതിയും, ഉദാഹരണത്തിൽ ഖുർആൻ എഴുതി കെട്ടുക, ഖുർആൻ മന്ത്രിക്കുക, ഖുർആൻ പാരായണം ചെയ്യുക, പിഞ്ഞാണം എഴുതി വെള്ളത്തിൽ മായിച്ച് കുടിക്കുക, ഇങ്ങനെയുള്ള ഏത് രീതിയും നമുക്ക് അനുവദനീയമായ രീതി സ്വീകരിക്കാം. ഇതിന് ഒരുപാട് തെളിവുകളുമുണ്ട്. പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ച് ഇത്തരം വിഷയങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഖുർആൻ മന്ത്രിച്ച് പല രോഗങ്ങളും സുഖപ്പെട്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് തന്നെ അത്തരം സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന് അംഗീകാരം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. കണ്ണേറിന് മന്ത്രിക്കാൻ പ്രത്യേകം ബാബുകൾ തന്നെ ഹദീസിന്റെ കിതാബുകളിൽ ഉണ്ട്. സിഹിർ എന്ന് പറയുന്ന മാരണമുണ്ട് എന്ന് നമുക്ക് തെളിയിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ ഖുർആൻ തന്നെ പരാമർശിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിൽ ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ എതിരാളികൾ മൂസാ നബി അലൈഹി സ്വലാമിനെതിരെ ചെയ്ത സിഹിറിനെ പറ്റി ഖുർആൻ പരാമർശിച്ചിട്ടുണ്ട്. മറ്റും സിഹിറുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങൾ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഖുർആൻ ബാധിച്ച സിഹിർ, അതിനെ നശിപ്പിക്കുന്നതിനെ പറ്റി ഖുർആൻ ബാത്തുൽ എന്ന പദം തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വരെ സിഹിർ ബാധിച്ചിട്ടുണ്ട്. അത് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് അടങ്ങുന്ന സൂറത്തുകളും മറ്റുള്ള മന്ത്രങ്ങളൊക്കെ മന്ത്രിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അതിനു വേണ്ടി പ്രതിവിധി തേടിയിട്ടുണ്ട്. അതിൻ്റെ കാരണം കൊണ്ട് അല്ലാഹു തആല സുഖപ്പെടുത്തിയിട്ടുണ്ട് എന്നും നമുക്ക് ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയുന്നു. അതുപോലെ പിശാച്ച് എന്ന് പറയുന്ന ഒന്നുണ്ട്. പിശാച്ച് ബാധ മനുഷ്യ ശരീരത്തിൽ ഏൽക്കുമെന്ന് നമുക്ക് ഖുർആനിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും, ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും, പണ്ഡിതന്മാരുടെ വ്യാഖ്യാനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ നമുക്ക് പ്രതിവിധിയായി തേടേണ്ടത് നമ്മൾ ഖുർആനെയാണ്. അതുപോലെ ശർഇൽ അനുവദനീയമായ മറ്റു മാന്ത്രിക ചികിത്സകളുണ്ട്. ആ ചികിത്സയാണ് നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്. അതിലൊരു തെറ്റുമില്ല. പണ്ഡിതന്മാർ, അത് അറിയുന്ന പണ്ഡിതന്മാർ വളരെ വിശദമായി നമുക്ക് കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി അതല്ലാത്ത മറ്റുള്ള രോഗങ്ങളും, നമ്മുടെ ശാരീരിക രോഗങ്ങൾക്കും നമ്മൾ ഓരോ ഇപ്പോൾ നമ്മുടെ തലവേദന സംഭവിച്ചാൽ എന്താ ചെയ്യുക, നെഞ്ചുവേദന, വയറുവേദന, ഇങ്ങനെ നമ്മൾ ശരീരത്തിലെ ഓരോ പാർട്സുകൾ, അത് നമുക്ക് വേദനകൾ വരുമ്പോഴോ മറ്റു ശരീരത്തിലുള്ള മറ്റു രോഗങ്ങൾ ബാധിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, അതിന് എന്താണ് പ്രതിവിധി നേടേണ്ടത്, എന്താണ് ദുആ ചെയ്യേണ്ടത്, എന്ത് ദിക്റാണ് ചൊല്ലേണ്ടത് എന്നും പണ്ഡിതന്മാർ അംഗീകരിക്കപ്പെടുന്ന, അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ നമ്മുടെ ആലിമുകളൊക്കെ അംഗീകരിക്കുന്ന വലിയ വലിയ പണ്ഡിതന്മാർ വളരെ വ്യക്തമായി നമുക്ക് അത്തരം വിഷയങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പഴയ കാലം മുതൽക്ക് തന്നെ നമ്മുടെ സ്വാലിഹ്യങ്ങൾ, മുൻഗാമികൾ അത്തരം വിഷയങ്ങൾ ചെയ്തു വരുന്നതുമാണ്. ഇന്നും ആ ചികിത്സാ രീതി ആ നിലക്ക് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ ഇത് നല്ലൊരു വഴിയാണ് ജനസേവനം ചെയ്യാൻ, ജനങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ. ഇത്തരം ചികിത്സാ രീതികൾ വളരെ പെർഫെക്റ്റാണ്, അതിലൊരു തെറ്റുമില്ല. അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ അത് അംഗീകരിക്കുന്നതുമാണ്, നമുക്കതിൻ്റെ രീതികൾ പഠിപ്പിച്ചു തന്നതുമാണ്. പക്ഷേ ഇന്ന് 10% നല്ലതുണ്ടാകുമ്പോൾ 90% നല്ലതല്ലാത്ത പല കാര്യങ്ങളും അതിലേക്ക് വന്നു ചേരുന്നുണ്ട്. അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ മാന്ത്രിക ചികിത്സ അനുവദനീയമാണ്, അതിൽ തെറ്റില്ല.
അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് തന്നെ ചെയ്തു വരുന്നതാണ്, മുൻഗാമികളായ സ്വാലിഹ്യങ്ങളൊക്കെ അത് ചെയ്തു വരുന്നതാണ് എന്ന് പറഞ്ഞ് ഇവിടെ നടക്കുന്ന എല്ലാ മന്ത്രങ്ങളും ശരിയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചില ആളുകൾ മാന്ത്രിക ചികിത്സത്തിൻ്റെ പേരിൽ ഒരുപാട് ചൂഷണങ്ങൾ ഇവിടെ നടത്തുന്നുണ്ട്, ഒരുപാട് തെറ്റായ രീതികൾ അവർ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. അതൊക്കെ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ശർഇൽ അനുവദനീയമായ രീതിയിൽ നമ്മുടെ പണ്ഡിതന്മാർ ഇമാമുകൾ പഠിപ്പിച്ചു തന്ന രീതിയിൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റുകയുള്ളൂ. അങ്ങനെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ മന്ത്രിക്കുന്ന ആള് റാക്കി, അതായത് ഒരു മാന്ത്രിക ചികിത്സ നടത്തുന്ന വ്യക്തി, അദ്ദേഹം ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്, അദ്ദേഹം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്, ഒരുപാട് റൂൾസ് അദ്ദേഹം ഫോളോ ചെയ്യേണ്ടിയിരിക്കുന്നു. ആ കാര്യങ്ങൾ അദ്ദേഹം മനസ്സിലാക്കി വേണം ചെയ്യാൻ. ഖുർആൻ മന്ത്രിക്കുമ്പോൾ പാലിക്കേണ്ട കാര്യങ്ങൾ, ദിക്റുകൾ മന്ത്രിക്കുമ്പോൾ പാലിക്കേണ്ട കാര്യങ്ങളൊക്കെ കിതാബുകളിൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ മന്ത്രത്തിൻ്റെ ഒരുപാട് നിബന്ധനകളുണ്ട്. നമ്മൾ എങ്ങനെയാണ് മന്ത്രിക്കേണ്ടത്, മന്ത്രം എന്തൊക്കെയാണ് മന്ത്രം, അങ്ങനെ മന്ത്രത്തിൻ്റെ ഒരുപാട് ശുറൂത്തുകൾ, അതിന് നിബന്ധനകൾ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ രീതിയിൽ തന്നെ മന്ത്രിക്കാൻ പറ്റുകയുള്ളൂ. അല്ലാത്ത രീതികൾ നമുക്ക് ചിലപ്പോൾ അതിൽ കുഫ്ർ വന്നു പോകും, ശിർക്ക് വന്നു പോകും. അത്തരം കാര്യങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ആരാണ് ഇത്തരം മാന്ത്രിക ചികിത്സ നടത്തേണ്ടത്? ചികിത്സിക്കുന്നതിൽ തെറ്റില്ല, ചികിത്സ ഉള്ളത് തന്നെയാണ്, ശർഅ് അത് അനുവദിച്ചതാണ്. പക്ഷെ അത് ആരാണ് ചെയ്യേണ്ടത്? അത് പണ്ഡിതന്മാരാണ്. അതായത് ശർഇൻ്റെ ഇൽമുകൾ പഠിച്ച, വളരെ കൃത്യമായി കിതാബുകൾ മനസ്സിലാക്കിയ, അത് കൈകാര്യം ചെയ്യാൻ അറിയുന്ന ആലിമീങ്ങൾ, അതുപോലെ തഖ്വ ഉള്ള ആളുകൾ, ശർഇൻ്റെ നിയമങ്ങളെല്ലാം പഠിച്ച് മനസ്സിലാക്കിയ ആളുകൾ, ഉസ്താദന്മാരുടെ കീഴിൽ നിന്ന് കിതാബുകൾ ഓതി പഠിച്ച ആളുകൾ, അവർ ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. ചെയ്താൽ അതിന് ഫലം കിട്ടുക തന്നെ ചെയ്യും. അത് ചെയ്താൽ അത് വലിയൊരു ജനസേവനം കൂടിയാണ്. ഒരുപാട് ആളുകളെ പല തെറ്റായ വഴികളിൽ നിന്നും രക്ഷപ്പെടുത്താൻ കഴിയും. ഇപ്പം നമ്മൾ അറിയുന്ന ആളുകൾ, കിതാബ് മനസ്സിലാക്കിയ ആളുകൾ, പണ്ഡിതന്മാരുടെ അടുത്ത് നിന്ന് കിതാബ് ഓതി പഠിച്ച ആളുകൾ ഇത്തരം വിഷയങ്ങളിൽ നിന്ന് ദൂരെ നിൽക്കുമ്പോൾ അനർഹർ, ഇതിനെപ്പറ്റി അറിയാത്ത, കിതാബ് മനസ്സിലാക്കാത്ത, ശർഇൻ്റെ നിയമങ്ങൾ മനസ്സിലാക്കാത്ത ആളുകൾ പലപ്പോഴും ഇത്തരം മേഖലയിൽ കടന്നു ചെല്ലുകയും അവർ ഇതിൻ്റെ പേരിൽ ഒരുപാട് ചൂഷണം നടത്തുകയും ഒരുപാട് ആളുകൾ അതിൽ ആ തെറ്റായ രീതികൾ മനസ്സിലാക്കി അവരുടെ ചിലപ്പോൾ ഈമാൻ വരെ നഷ്ടപ്പെട്ടു പോകാൻ ഒരു കാരണമായി തീരും. അതുകൊണ്ട് നല്ല നിലയ്ക്ക് ഇതിൻ്റെ തനതായ രീതി, ശരിയായ രീതി ആലിമീങ്ങൾ പഠിച്ച് മനസ്സിലാക്കി ചെയ്യുമ്പോൾ ഇതൊരു ദഅവ കൂടിയാണ്, ഒരു ദഅവത്തും കൂടിയാണ്, ജനസേവനം കൂടിയാണ്, ജനങ്ങളെ നല്ല വിഷയങ്ങൾ പഠിപ്പിച്ചു കൊടുക്കലും കൂടിയാണ് എന്നും കൂടി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതിനുവേണ്ടി നമ്മൾ ഡിസൈൻ ചെയ്യപ്പെട്ട 4 മണിക്കൂർ കൊണ്ട്, ഈ 4 മണിക്കൂർ കൊണ്ട് ഇതിൻ്റെ എല്ലാ വിഷയങ്ങളും പഠിച്ചെടുക്കാൻ കഴിയുമെന്ന് നമ്മൾ ആരും വിശ്വസിക്കില്ലല്ലോ. ഒരുപാട് കാലം ഉസ്താദ്മാരുടെ അടുത്ത് ഇരുന്ന് പഠിക്കേണ്ട ഒരു ഫണ്ടാണിത്. പക്ഷെ 4 മണിക്കൂർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഉദാഹരണത്തിൽ നമ്മളൊരു പള്ളിയിലെ ഇമാമായോ അല്ലെങ്കിൽ ഒരു പള്ളിയിലെ ഒരു മദ്രസയുടെ ഉസ്താദായോ സദറായോ മുഅല്ലിമായോ അതുപോലെ പള്ളിയുമായി ബന്ധപ്പെട്ട് മുദരിസായോ ഒക്കെ ജോലി ചെയ്യുമ്പോൾ നമ്മളൊരു ഉസ്താദ്മാർ എന്ന നിലക്ക് നമുക്ക് എവിടെയും റെസ്പെക്റ്റ് ഉണ്ട്, ഒരു ബഹുമാനമുണ്ട്. അപ്പോൾ ആളുകൾ പലപ്പോഴും നമുക്ക് മന്ത്രിക്കാൻ നമ്മളടുത്ത് വരും, വെള്ളം കൊണ്ടുവരും മന്ത്രിക്കാൻ, കുട്ടികളെ കൊണ്ടുവരും മന്ത്രിക്കാൻ. ഇത്തരം കാര്യങ്ങൾക്ക് അവർ വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് ആദ്യം എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഇത്തരം ഒരു ചികിത്സ ഉണ്ടോ, മാന്ത്രിക ചികിത്സ ഉണ്ടോ എന്ന് നമ്മൾ അതിൻ്റെ ബേസ് മനസ്സിലാക്കുകയും അങ്ങനെ ആണെങ്കിൽ ഇത്തരം പെട്ടെന്ന് നമ്മളടുത്ത് ഓടി വരുന്ന ആളുകൾക്ക് നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ കഴിയുക എന്ന കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പല ആളുകളെയും സഹായിക്കാൻ കഴിയും. അതിനു വേണ്ടിയാണ് ഇത്തരം പള്ളികളിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക്, പെട്ടെന്ന് ഓടിയെത്തുന്ന ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏകദേശം 21ലധികം പ്രോബ്ലംസ്. ശരി, ഇപ്പോൾ കുട്ടികളുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ്, സ്ത്രീകളുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ്, അതുപോലെ കണ്ണേറ്, സിഹർ, പൈശാചികമായ ഉപദ്രവം, ഇങ്ങനെ ഏറ്റ ആളുകൾ നമ്മളടുത്ത് ഓടിയെത്തിക്കഴിഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് നമുക്ക് എന്തൊക്കെയാണ് ചെയ്തു കൊടുക്കാൻ കഴിയുക, അവരോട് എന്താണ് നിർദ്ദേശിക്കാൻ കഴിയുക, എന്താണ് അവർ ചെയ്യുന്നത്, എന്ത് മന്ത്രമാണ് അവർക്ക് മന്ത്രിക്കുക എന്ന വിഷയം ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കേണ്ടത് വളരെ അനിവാര്യമാണ്. അതിനു വേണ്ടിയാണ് ഈ 4 മണിക്കൂർ ക്ലാസ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇത്തരം വിഷയങ്ങളാണ് ഇതിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതിൽ ജോയിൻ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. നമ്മൾ കുറച്ച് കിതാബുകൾ ഓതിരിക്കണം. അറബി വായിക്കാനും
എഴുതാനും ഒക്കെ അറിഞ്ഞിരിക്കണം. അവർക്ക് ഇത് ഉപകാരപ്പെടുകയുള്ളൂ. ഇനി അല്ലാത്തൊരു സാധാരണക്കാരന് ഇതിൽ ജോയിൻ ചെയ്യാൻ പറ്റുമോ എന്ന് പലപ്പോഴും നമ്മൾ ചോദിക്കാറുണ്ട്. തെറ്റില്ല, പക്ഷെ മറ്റുള്ള ആളുകൾക്ക് സേവനം ചെയ്യാൻ കുറച്ചും കൂടി നമുക്ക് ദീനിൻ്റെ ഇൽമ് നമുക്ക് വേണം. പക്ഷേ ഈ ഒരു സാധാരണക്കാരൻ അത്ര കൂടുതൽ കിതാബൊന്നും പഠിച്ചിട്ടില്ല, കാര്യങ്ങളൊന്നും പഠിച്ചിട്ടില്ല, പക്ഷേ എന്നാലും ഇതിൽ ജോയിൻ ചെയ്താൽ കിട്ടുന്ന ഗുണങ്ങൾ അവർ ചിലപ്പോൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഇത്തരം മാന്ത്രിക ചികിത്സകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകും. ഇതൊരു ഇത് ചൂഷണങ്ങളാണ്, ഇത് നടക്കുന്ന ഒരു ചൂഷണമാണ്, ഇതൊരു അനുവദിക്കപ്പെടാത്ത രീതിയാണ് എന്നൊക്കെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകും. ആ തെറ്റിദ്ധാരണകൾ ഇതിലൂടെ പോകാൻ ഈ ക്ലാസ് ഒരു കാരണമാകും. മാത്രമല്ല, ചിലപ്പോൾ വീട്ടിൽ താമസിക്കുന്ന പല ആളുകളും ഇത്തരം ചൂഷണങ്ങൾക്ക് ചിലപ്പോൾ ഈ ചൂഷണങ്ങളിൽ പെട്ടുപോകും. അവരെ രക്ഷപ്പെടുത്താനും അവർക്ക് ശരിയായ ഒരു രീതി നിർദ്ദേശിക്കാനും ഒക്കെ ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യൽ കൊണ്ട് സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഒരു സാധാരണക്കാരും ഈ 4 മണിക്കൂറുള്ള ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിൽ ഒരു തെറ്റൊന്നുമില്ല. അവർക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. ചിലപ്പോൾ വീട്ടിലുള്ള ആളുകളെ സഹായിക്കാൻ കഴിയും. ചിലപ്പോൾ വീട്ടിലുള്ള ആളുകൾ എവിടെയെങ്കിലും അബദ്ധത്തിൽ പോയി ചാടുന്നതിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടുത്താനും ഈ ട്രെയിനിങ്ങിലൂടെ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വിഷയങ്ങൾ എന്താണ് ഇസ്ലാമിക മാന്ത്രിക ചികിത്സ, അതുപോലെ മാന്ത്രിക ചികിത്സയുടെ ശരിയും തെറ്റും, തത്സമിന്റെ നിബന്ധനകൾ, ആത്മീയ ചികിത്സകർ ശ്രദ്ധിക്കേണ്ട പ്രത്യേക കാര്യങ്ങൾ, മന്ത്രത്തിന്റെ നിബന്ധനകൾ, സിഹിർ, പിശാച്, കണ്ണീർ, വിഷം മുതലായവയുടെ ആത്മീയ ചികിത്സകൾ, ആവശ്യപൂർത്തീകരണത്തിന്, ടെൻഷനും പ്രയാസവും മാറാൻ, കടം വീടാൻ, ജോലി കിട്ടാൻ, കച്ചവടത്തിൽ അഭിവൃദ്ധി ഉണ്ടാകാൻ, ഭാര്യ ഭർത്തൃ ബന്ധം മെച്ചപ്പെടുത്താൻ, കൃഷിയിൽ ബർക്കത്തുണ്ടാകാൻ, പേടി മാറാൻ, വിവാഹ തടസ്സം നീങ്ങാൻ, ഉറക്ക തടസ്സം മാറാൻ, ഓർമ്മശക്തി വർദ്ധിക്കാൻ, പഠനം എളുപ്പമാകാൻ, വീട് സംബന്ധമായ പ്രശ്നങ്ങൾ നീങ്ങാൻ, രോഗശമനത്തിനുള്ള മന്ത്രങ്ങൾ, വസ്തുവിൽപ്പന നടക്കാൻ, കുട്ടികളുടെ കരച്ചിൽ മാറാൻ, ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്താൽ തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോൾ തന്നെ 1000-ലധികം ആളുകൾ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് അൽഹംദുലില്ലാഹ് വളരെ നന്നായി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നും കൂടി ഷെയർ ചെയ്തു. ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ കൂടെ നിങ്ങൾക്കൊരു ലിങ്ക് നൽകുന്നതായിരിക്കും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ചെറിയൊരു എമൗണ്ടാണ് കേട്ടോ, 99 രൂപ. ആക്ച്വലി ഒരുപാട് ആളുകൾക്ക് ഈ സേവനം എത്തട്ടെ, ഈ സർവീസ് എത്തട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് വളരെ തുച്ഛം ഫീസിന് നമ്മളിത് നൽകുന്നത്. അതുകൊണ്ട് ആ ഫീസ് അടക്കേണ്ട ലിങ്ക് നിങ്ങൾക്ക് കിട്ടുമ്പോൾ അതിൽ ഫീസ് അടക്കേണ്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. അതിൽ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങളുടെ അഡ്മിഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യേണ്ട ലിങ്ക് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ആ ലിങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഇൻഷാ അള്ളാഹ് നമുക്ക് ക്ലാസ്സിൽ വെച്ച് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.